കോൺഗ്രസിൽ നിന്ന് ഈഴവർ അന്യം നിന്നിരിക്കുകയാണ് എന്ന് അതിൻ്റെ SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഒരു കാലത്ത് ഒരു വലിയ മുഖ്യമന്ത്രിയെ കേരളത്തിന് സംഭാവന ചെയ്ത്, വലിയ വിദ്യാഭ്യാസ വിചക്ഷണനായ ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന് സംഭാവന ചെയ്ത സമുദായമാണ് SNDP അഥവാ ഈഴവർ. ആർ ശങ്കർ ഇന്നും കേരള ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിനുശേഷം ആ ചുവട് പിടിച്ച് നിരവധി നേതാക്കൾ, വയലാർ രവി, VM സുധീരൻ തുടങ്ങിയ നമുക്ക് എടുത്തു പറയാവുന്ന കേരള രാഷ്ട്രീയത്തിൽ മായാത്ത മുദ്രകൾ പതിപ്പിച്ച നിരവധി നേതാക്കൾ ആ സമുദായത്തിൽ നിന്നുണ്ടായി. പക്ഷേ ഇപ്പോൾ ഇതാ SNDPയുടെ ജനറൽ സെക്രട്ടറി പറയുന്നു, കോൺഗ്രസിൽ നിന്ന് ഈഴവർ അന്യം നിന്നിരിക്കുകയാണ് എന്ന് പറയുന്നു. എന്താണ് സാർ ഇത് അർത്ഥമാക്കുന്നത്? ഈ വെള്ളാപ്പള്ളി ആ വാക്ക് ഉപയോഗിച്ചതിൽ വളരെ ഗൗരവത്തോടും അതിന് വലിയ അർത്ഥവ്യാപ്തിയുമുണ്ട് കേട്ടോ. അന്യം നിൽക്കുന്നു, ആ വാക്ക് നോക്കണം. അന്യം നിൽക്കുന്നു എന്ന് വെച്ചാൽ ഈഴവരെ അന്യരാക്കി മാറ്റി നിർത്തിയിരിക്കുന്നു, ഇല്ലാതാകുന്നു. കോൺഗ്രസിലെ ഈഴവര് CPM-ൽ ഇല്ലാതായി. അപ്പം നോക്കണേ, ഇത് നമ്മൾ രണ്ടുപേരും ഇരുന്ന് വെറുതെ പറയുന്നതല്ല, MV ഗോവിന്ദൻ പറഞ്ഞതാണ്. ഈഴവ വോട്ടുകൾ വലിയ തോതിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും ആ ചോർച്ച ഉണ്ടായി. BJPക്ക് അതിന്റെ ഗുണം കിട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ വെള്ളാപ്പള്ളി പറഞ്ഞതിൻ്റെ ആ ഗൗരവം എടുത്തു നോക്കണം. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ മുഴുവൻ അസ്ഥാനത്തായി പോവുകയല്ലേ 2026. അതെ, കോൺഗ്രസിന് എന്തുമാത്രം കേരളത്തിലെ ഒരു വലിയ വോട്ട് ബാങ്ക് ആണ് ഈഴവർ, അത് നിഷേധിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ അവരുടെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ പിന്തുണ ഇല്ലാതെ ഒരു പാർട്ടിക്ക് കേരള ഭരണം പിടിക്കാൻ അത്ര എളുപ്പമല്ല. ഇപ്പം നമ്മൾ പ്രഗത്ഭരൊക്കെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈഴവ സമുദായത്തിലുള്ളവരെ പലപ്പോഴും പറ്റിച്ചിട്ടുമുണ്ട് അല്ലേ? KR ഗൗരിയെ മുഖ്യമന്ത്രിയാകും, കേരന്തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കും എന്ന് മുദ്രാവാക്യം മുഴക്കി കേരളത്തിലെ ജനതയെ മുഴുവൻ പറ്റിച്ചില്ലേ? അപ്പോൾ ഈഴവർ പലപ്പോഴും ചതിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ കോൺഗ്രസിൻ്റെ നില, കോൺഗ്രസിൻ്റെ എന്നല്ല UDFൻ്റെ നില അപകടകരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈഴവ വോട്ടുകൾ, വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണ്. വെള്ളാപ്പള്ളി വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പറയുന്നത്. കോൺഗ്രസ് സമ്പൂർണ്ണമായിട്ടും ഈഴവരെ അവഗണിക്കുന്നു, തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. ഇപ്പം നമ്മൾ ചിലർ ചോദിക്കും, വെള്ളാപ്പള്ളി പറയുന്ന പോലെയാണോ ഈഴവർ വോട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഈഴവരും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ? അതെ, പരമ്പരാഗതമായി സാമൂഹിക മാറ്റങ്ങളും നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ അവർ ഈ നാട്ടിൽ തന്നെയല്ലേ ജീവിക്കുന്നത്, അവരും അരിയാഹാരം തന്നെയല്ലോ കഴിക്കുന്നത്. ഈ അവസരത്തിൽ ക്രൈസ്തവ വോട്ടുകൾ UDFന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സണ്ണിയെ കൊണ്ടുവന്നത്. അതെ, അതിൽ ഒരു വിഭാഗം ജോസ് കെ മാണിയോടൊപ്പം LDFിലുണ്ട്. ഇപ്പോഴിതാ മുനമ്പം വിഷയം കാരണം ഒരു വിഭാഗം BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അപ്പോൾ എത്ര വിഭാഗത്തിലുള്ളവരുടെ വോട്ടുകൾ UDFന് നഷ്ടപ്പെടുന്നുണ്ട്? വളരെ നിർണായകമായിട്ടുള്ള ഈഴവ വോട്ടുകൾ പോയി, പിന്നെ ക്രൈസ്തവ വോട്ടുകൾ. അപ്പോൾ പിന്നെ UDFൻ്റെ നില, നായർ വോട്ട് പണ്ടേ RSS കൊണ്ടുപോയി. അതെ, അപ്പോൾ UDFൻ്റെ നില അപകടകരമല്ലേ? എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ കാലത്തിന് മുമ്പ്, അടുത്തത് UDF തന്നെയാണ്. അല്ല, സാഹചര്യം അതിന് അനുകൂലമാണ് സാർ. കാരണം കഴിഞ്ഞ ദിവസവും ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, CPMകാരനായ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ അയാളും പറയുന്നുണ്ട്, ജനം മുഴുവനും എതിരാണ് ഈ ഭരണത്തിന്. പാർട്ടി എതിരാണ്, ജനങ്ങളെതിരാണ്, പോഷക സംഘടനകളെതിരാണ്, ഒക്കെ എതിരാണ്. പക്ഷേ പിണറായിക്ക് തുടർഭരണം കിട്ടും. കാരണം UDF, കോൺഗ്രസ്, പ്രത്യേകിച്ച് കോൺഗ്രസ് ഈ വെള്ളിത്താലത്തിൽ ഭരണം കൊണ്ട് പിണറായിയുടെ മുന്നിൽ വെച്ചു കൊടുത്തു എന്നാണ് അവർ പോലും പറയുന്നത്. ഇപ്പോൾ BJP പിടിക്കുന്ന വോട്ട് ഇവർക്ക് നഷ്ടമാവുകയാണ്. ആർക്ക്? കോൺഗ്രസ് നഷ്ടപ്പെടുക. പക്ഷേ LDF അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ തരത്തിൽ ഇപ്പോൾ നേടിയ സീറ്റൊന്നും അത്രയൊന്നും ഉണ്ടാകത്തില്ല. ഒരിക്കലും ഉണ്ടാകത്തില്ല. പക്ഷേ അവർക്ക് ഒരു സീറ്റായാലും കൂടുതൽ കിട്ടിയാൽ മതി. മൂന്നാമതും തുടർഭരണം കിട്ടിയതിൻ്റെ അങ്ങേയറ്റം എത്തിക്കുകയും അതിൻ്റെ അഹങ്കാരം പാരമ്യത്തിലെത്തുകയും ചെയ്യുമെന്നുള്ളതാണ്. അത് ഈ കോൺഗ്രസ്സുകാർ നന്നായി മനസ്സിലാക്കുന്നില്ല. കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇതിൻ്റെ കുഴപ്പം ഉണ്ടാക്കി വെച്ചത്. അതെ, UDFൽ മറ്റൊരു കക്ഷിയെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. കോൺഗ്രസ് തന്നെയാണ് അതിന് ഉത്തരവാദി.
ഇപ്പോൾ പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പരാതി ചെറുതല്ല. നമ്മളൊന്ന് ആലോചിക്കണം സാർ, ഇന്നിപ്പോൾ കോൺഗ്രസ്സിന് എത്ര ഈഴവ MLA മാരുണ്ട്, എത്ര ഈഴവ നേതാക്കളുണ്ട്. കെ സുധാകരൻ ആ വിഭാഗത്തിൽ നിന്ന് വന്നൊരു നേതാവാണ്. ആ നേതാവിനെ ചവിട്ടി പുറത്താക്കാൻ ഏറ്റവും കൂടുതൽ പാലം വലിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയല്ലേ ഇന്ന് മുന്നിൽ ഉള്ളത് കെ ബാബു മാത്രം ഉണ്ടെന്ന് തോന്നുന്നു. കെ ബാബു ആരോഗ്യം വളരെ മോശമായിട്ട് ചികിത്സയൊക്കെ ആയി കഴിഞ്ഞ് അദ്ദേഹം അങ്ങനെ വല്ല ചാതിയിൽ നിന്ന് രക്ഷപ്പെട്ട് രോഗമുക്തി ഉണ്ടായി എന്ന് പറയാൻ സാധിക്കില്ല. എങ്കിലും അദ്ദേഹം ഉണ്ട്. ഒരു കാലത്ത് അനിഷേധ്യനായ ഒരു നേതാവായിരുന്നു കെ ബാബു. പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ ഒരു വാശിയായിരുന്നു തൃപ്പൂണിത്തുറയിൽ ജയിച്ചു പിടിക്കണം എന്നുള്ളത്. അത് അദ്ദേഹം കുറച്ച് വോട്ടുകൾക്കാണെങ്കിലും ജയിച്ചു. കാരണം അതിന്റെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം മണ്ഡലത്തിൽ നല്ല സുപരിചിതനാണ്, ജനകീയനാണ്. അത് തോറ്റിട്ട് പോലും അദ്ദേഹം അവിടെ നിന്നു. മണ്ഡലത്തിൽ ഓരോരുത്തരെയും പേരെടുത്ത് വിളിക്കാൻ തക്കവണ്ണമുള്ള ബന്ധങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് അറിയുന്നത്. ബാർക്കോഴയിലൊക്കെ അന്ന് തകർന്ന് പോയതല്ലേ ഇവരൊക്കെ. അപ്പോൾ എന്തായാലും ഇതിനകത്ത് പിന്നെ ഈഴവ വോട്ടുകൾ ചോർന്നിട്ടുണ്ട്, പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആണ്. ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ലീഗ് കിടന്ന് പെടാപ്പാട് വിടുകയാണ്. കാരണം ഈഴവ വോട്ടുകൾ പോകുന്നു, ക്രൈസ്തവ വോട്ടുകൾ പോകുന്നു, നായർ വോട്ടുകൾ. ഭരണം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ലീഗ് ആശങ്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് ആശങ്കപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഇനിയുള്ള കാലം കഴിയാനല്ല അവരുടെ ആഗ്രഹം. അവർക്ക് ഇനി ഇക്കുറി ഭരണത്തിൽ തിരിച്ചു വന്നില്ലെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അത് ആത്മഹത്യാപരമാണ്. അവർക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവർ എൻ്റെ ഒരു ഊഹമനുസരിച്ച്, കണക്കൂട്ടലനുസരിച്ച് അവർ LDFിലേക്ക് പോകും എന്നാണ്. ഇവർക്ക് എന്താണെന്നറിയാം, ഇവർക്ക് കൊടുക്കുന്ന സീറ്റുകൾ അത്ര ഇവർ സേഫായിട്ട് അവർ വിജയിച്ചു വരും. വല്ല 1-2 സീറ്റുകൾ മാത്രമേ കാണുമേ പരാജയത്തിലേക്ക്. അല്ല, ലീഗ് അത് നമുക്കതൊരു പ്രത്യേക വിഷയമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. ലീഗ് രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിൽ ലീഗിൻ്റെ പ്രസക്തി, ലീഗിൻ്റെ ആ നിർണായകമായ സ്ഥാനമൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ എങ്കിലും ഒരു കാര്യം വ്യക്തമാണ് സാർ, ഈ പറയുന്നത് പോലെ ഇക്കുറി UDFന് ഭരണം കിട്ടിയില്ലെങ്കിൽ അത് ആ മുന്നണിയുടെ തകർച്ച, സമ്പൂർണ്ണമായ തകർച്ചയിലേക്ക് പോകും. അവിടെ എന്ത് ചെയ്യുന്നറിയാമോ, ചിലപ്പോൾ LDFന് സീറ്റും കുറവാണെന്നുണ്ടെങ്കിൽ ലീഗിൻ്റെ സപ്പോർട്ടോടുകൂടി LDF അധികാരത്തിൽ വരാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ പറ്റത്തില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ലീഗിന് ചില കാര്യങ്ങളൊക്കെ CPM അങ്ങ് വഴങ്ങി കൊടുക്കും. കെ മാണി മുഖ്യമന്ത്രിയാക്കാൻ ശ്രമം നടത്തിയില്ലേ CPMന്റെ പിൻബലത്തോടുകൂടി. അതുപോലെ ലീഗിന് വേണമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാക്കി അയക്കൂ എന്ന് പറഞ്ഞാലോ. അല്ല, അത് നമ്മൾ പണ്ടേ കണ്ടതാണല്ലോ. മലപ്പുറം ജില്ല ആരാണ് കൊടുത്തത്, രൂപീകരിച്ചു കൊടുത്തത്? ഇതൊക്കെ നമ്മൾ കേരളം കണ്ട കാഴ്ചയല്ലേ. അപ്പോൾ ഇങ്ങനെ ചില സംഭവങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. പിന്നെ കോൺഗ്രസിൻ്റെ ഭാവിയാണ് ഇനി പിന്നെ തീർച്ചപ്പെടുത്തേണ്ടത്. ഈഴ വോട്ടുകൾ, ക്രൈസ്തവ വോട്ടുകൾ, നായർ വോട്ടുകളെല്ലാം പോകുന്നതെന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാവി ഇനി കേരളത്തിൽ എന്താണ്? അത് തകർന്ന് തരിപ്പണമാകുന്ന ഒരു സ്ഥിതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അതാണ് BJP ആഗ്രഹിക്കുന്നത്, തകർക്കുക എന്നുള്ളതാണ്. കോൺഗ്രസ് പിന്നെ രക്ഷപ്പെടും. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് അവർ കൂടുതൽ അടുക്കും. പക്ഷെ അത് തീർന്നില്ല, ഇനിയും ഉണ്ട്. ലീഗ് മാത്രമല്ല ഘടകകക്ഷികൾ. കേരള കോൺഗ്രസ് ജോസഫ് ഉണ്ട്, ജേക്കബ് ഉണ്ട്, 2. പിന്നെ RSP ഉണ്ട്. നമ്മുടെ ഇപ്പൊ MLA ഒന്നും ഇല്ല, എങ്കിലും പ്രേമേന്ദ്രൻ MP ഉണ്ട്. പിന്നെ ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്, MP ഇല്ല. RMB ഉണ്ട്, KK രമ. അത് സുരക്ഷിതമായിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ്. ഈ ഘടകകക്ഷികളൊക്കെ എങ്ങോട്ട് പോകും? ലീഗ് പോകുമ്പം അവരും അവരുടെ വഴി നോക്കുമെന്നുള്ളതാണ്. കാരണം ഈ കോൺഗ്രസ് ഇങ്ങനെ തീരുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അവരുടെ ഭാവി നോക്കണം. അതായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ ആരും ചെറുതായി കാണണ്ട എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.